വണ്ടിപ്പെരിയാർ 62 മൈലിന് സമീപം ഓട്ടോയുടെ പിന്നിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ നിന്ന 9 വയസ്സുകാരിക്കും ഓട്ടോ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഇവരെ പാലാ മാർസ് ലീവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ 62 മൈലിന് സമീപം വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാറിൽ നിന്നും 62 മൈലിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ പാലാ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ടാക്സി ഓട്ടോറിക്ഷയിലേക്ക് യാത്രക്കാരെ കയറ്റുന്നതിന് വാഹനം സൈഡിലേക്ക് നിർത്തിയപ്പോഴാണ് കാർ പിന്നിൽ നിന്നും ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ 20 മീറ്ററോളം നീങ്ങി റോഡിൽ തന്നെ തലകീഴായി മറിയുകയാണ് ഉണ്ടായത്. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ യേശുരാജ് 40, ഇയാളുടെ ഇളയ മകൾ 9 വയസ്സുകാരി അലന്യ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അലന്യയും യേശുരാജും ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടുപോയിരുന്നു. പിന്നീട് ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോറിക്ഷ പൊക്കിമാറ്റിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്നേരം ഈ ഓട്ടോ ഇങ്ങോട്ട് വരുന്നത് പെരിയാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എന്നാ ചെയ്ത് ആ കുഞ്ഞമ്മ കൈ കാണിച്ച് അങ്ങ് നിർത്തി. എൻ്റെ അനിയത്തി കൈ കാണിച്ച് ഓട്ടോ നിർത്തി. ഓട്ടോ സ്ലോ ചെയ്ത് നിന്നങ്ങോട്ട് വരുന്നതല്ല, ഹൈ സ്പീഡിൽ വന്ന കാർ ഒരൊറ്റ ഇടി. ഓട്ടോ അവിടുന്ന് തെന്നി ഇത്രയും ദൂരം വന്നത് ഇവിടെ വന്ന് മറിഞ്ഞടിച്ച് വീണ് ഇയാൾ കിടന്നങ്ങ് കാറാനും തുടങ്ങി. അതിലൊരു കുഞ്ഞു കൊച്ചുണ്ട്, 9 വയസ്സുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ഓടി വന്ന് ഓട്ടോയ്ക്ക് ചുറ്റും നടന്ന് നോക്കുന്നു, കൊച്ചിനെ കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞ് എടി വന്ന് ഓട്ടോ ഒന്ന് പിടിച്ച് പൊക്കാൻ പറഞ്ഞു. ഞാനും അവളും തന്നെ ചേർന്ന് പൊക്കി ഓട്ടോ നൂർത്തപ്പോൾ കൊച്ചടി കിടപ്പുണ്ട്, അനക്കവേ ഇല്ല. പിന്നെ ഞാൻ കൊച്ചിനെ കോരി എടുത്തുകൊണ്ട് ആ പൈപ്പിൻ്റെ അടുത്ത് നിർത്തി കൊച്ചിന് വെള്ളം കോരി വായിലെല്ലാം ഒഴിച്ച് തട്ടി അകവും പുറവും എല്ലാം തട്ടി എടുത്തിട്ട് കുടഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ച് ചെറുതായിട്ടൊന്ന് ഞരങ്ങി. ഞാൻ തന്നെ പിന്നെ ഈ കൊച്ചിനെ വിളിച്ച് അയാളെ എടുത്തുകൊണ്ട് ഓടി വേഗം ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ പെരിയാറ്റിലൊരു പുതിയ ആശുപത്രി പറഞ്ഞു സഹകരണ, അവിടുത്തെ ഒരു ആംബുലൻസ് വന്നു. അത് എൻ്റെ മരുമോള് കൈ കാണിച്ച് നിർത്തി പിന്നെ അകത്തേക്ക് കയറ്റി ഞങ്ങൾ നേരെ സഹകരണത്തിൽ കൊണ്ടുപോയി. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അലന്യയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പാലാ മാർസ് ലീവ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. തലയോട്ടിയിൽ പൊട്ടൽ ഏറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വിശദീകരിച്ചിരിക്കുന്നത്. മഞ്ചുമല ആറ്റോരം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ യേശുവിന് 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത കുട്ടിക്ക് സൺഡേ സ്കൂൾ കുട്ടികളുടെ ക്യാമ്പിന് പോകേണ്ടതായി വന്നു. ഭാര്യയ്ക്ക് പണിക്കും പോകണം. എന്നാൽ ഇളയ മകൾ അലന്യ 10 ദിവസം ഓണ അവധി ആയതിനാൽ ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയേണ്ടത്. ഇതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിൽ കുട്ടിയെയും കൂട്ടിയാണ് യേശു വ്യാഴാഴ്ച രാവിലെ മുതൽ സർവീസ് ആരംഭിച്ചത്. ഇതിനിടയിലാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ അപകടം ഉണ്ടാക്കിയ കാർ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് എടുത്തിട്ടുമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെയും ഓട്ടോ ഡ്രൈവറായ പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR തയ്യാറാക്കും എന്നാണ് വണ്ടിപ്പെരിയാർ CI അനിൽകുമാർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.